ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കോമ്പൗണ്ട് ജേണൽ എൻട്രികളെ കുറിച്ചാണ്. എന്താണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി? അതിനു മുന്നേ ഞാൻ എന്ത് ചെയ്യാം, സിമ്പിൾ ജേണൽ എൻട്രി എന്താണെന്ന് പറയാം. കാരണം സിമ്പിൾ ജേണൽ എൻട്രി എന്ന് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേട്ടിട്ടുണ്ടായിരിക്കുക, പക്ഷെ നിങ്ങൾ ആൾറെഡി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം സിമ്പിൾ ജേണൽ എൻട്രികളാണ്. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഒന്ന്, paid wages ₹100. paid wages ₹100. അത് ഞാനൊരു കാര്യം ചെയ്ത് കുറച്ചും കൂടെ നീക്കി എഴുതിയാൽ എനിക്ക് ജേണൽ അതിന് കൂടെ തന്നെ ഇടാം. ഒരു എക്സാമ്പിൾ ആണ് പെയ്ഡ് വേജസ് ₹500. paid wages ₹500. ഇനി നമുക്കതൊന്ന് അനലൈസ് ചെയ്യാം. പെയ്ഡ് വേജസ്, പെയ്ഡ് കൊടുത്തു, എന്ത് കൊടുത്തു? ക്യാഷ് കൊടുത്തു. എങ്കിൽ ക്യാഷ് കൊടുത്തു എന്ന് ഒരു ബിസിനസ്സിൽ ക്യാഷ് കൊടുത്താൽ അത് ക്യാഷ് എന്നുള്ള അക്കൗണ്ടിൽ കണക്ക് വരണം. ആ ക്യാഷ് എന്തിനാണ് കൊടുത്തത്? വേജസ്, കൂലിയായിട്ടാണ് കൊടുത്തത്. എങ്കിൽ ആ കണക്ക് ക്യാഷിന് പുറമെ എന്തിൽ കൂടി വരണം? വേജസ് എന്നുള്ള ഒരു അക്കൗണ്ട്, കൂലി കൊടുത്ത ഒരു അക്കൗണ്ടിൽ കൂടി അത് ഉൾപ്പെടുത്തണം. അതാണ് ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. each and every transaction having two aspects, one debit aspect and one credit aspect. ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് അക്കൗണ്ടിൽ എഴുതാനുണ്ടായിരിക്കും. അപ്പോൾ ഇതിലെ രണ്ട് അക്കൗണ്ടുകൾ നമുക്കറിയാം. ഒന്ന് ക്യാഷ് എന്നുള്ള അക്കൗണ്ടാണ്, ഒന്ന് വേജസ് എന്നുള്ള അക്കൗണ്ടാണ്. ഇനി ക്യാഷ് വരികയാണോ ചെയ്ത് പോവുകയാണോ ചെയ്ത്? പൈസ കൂലി കൊടുക്കുമ്പോൾ പൈസ പോവുകയാണ് ചെയ്യുക ബിസിനസ്സിന്. അതുകൊണ്ട് ക്യാഷ് ക്രെഡിറ്റ് ആയിരിക്കും, ഒരു തർക്കമില്ലാത്ത കാര്യം. വേജസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ്, ഒരു പുതിയൊരു ചെലവ് ഉണ്ടാകുന്നു. അപ്പൊ എക്സ്പെൻസ് കൂടി എന്നാണ്. വേജ് കൊടുക്കുമ്പോൾ എക്സ്പെൻസ് കൂടി, നമ്മുടെ ചെലവ് കൂടി. അങ്ങനെ ചെലവ് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചിട്ടുള്ളത്? യെസ്, ഡെബിറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എങ്കിൽ ഇതിൽ വരുന്ന രണ്ട് അക്കൗണ്ട്, ഒന്ന് ക്യാഷും ഒന്ന് വേജസും. അതില് വേജസ് എന്നുള്ളത് എക്സ്പെൻസ് കൂടിയത് കൊണ്ട് ഡെബിറ്റ് ആയിരിക്കണം, ക്യാഷ് പോയത് കൊണ്ട് കുറഞ്ഞത് കൊണ്ട് ക്രെഡിറ്റ് ആയിരിക്കണം. എങ്കിൽ അത് ഞാൻ കോളം വരയ്ക്കാതെ ഒരു ജേണൽ എൻട്രി എങ്ങനെ എഴുതാൻ നോക്കൂ. അപ്പൊ അതിന്റെ ജേണൽ എൻട്രി എഴുതേണ്ടത് വേജസ് അക്കൗണ്ട് ഡെറ്റർ 500 ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. അപ്പൊ അത് അവിടെ എഴുതുമ്പോഴും ആ ജേണൽ കോളങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു അസംഷനിൽ തന്നെ ആയിരിക്കണം അത് എഴുതി വെക്കേണ്ടത്. ഇത് വായിക്കേണ്ടത് വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇതിന്റെ കൂടുതൽ പറയുന്നത് ഞാൻ അവിടെ അക്കൗണ്ട് എന്ന് ചേർക്കുന്നുണ്ട്. ആ അക്കൗണ്ട് എന്ന് ചേർക്കുന്ന അല്ലെങ്കിൽ അക്കൗണ്ട് എന്ന് ഫുള്ളാക്കി എഴുതുന്നതോ അല്ലെങ്കിൽ അതിന്റെ അബ്രീവിയേഷൻ എഴുതുന്നതോ അതൊക്കെ കസ്റ്റമറിയാണ്, നമ്മൾ ചെയ്ത് ശീലിച്ചതാണ്. വേണമെന്ന് ഇപ്പോഴത്തെ കാലത്ത് അല്ലെങ്കിൽ മോഡേൺ വേൾഡില് കമ്പൽസറി പറയുന്നില്ല. അത് ഒഴിവാക്കിയാലും നമുക്ക് എന്ത് എഴുതാം? ജേണലാക്കി എഴുതാവുന്നതാണ് കേട്ടോ. അതേപോലെ നരേഷൻ എഴുതുമ്പോൾ സ്റ്റാർട്ടിംഗ് വിത്ത് ബീയിങ്, അതിന്റെ ആവശ്യം പറയുന്നില്ല. ആ ബീയിങ് വേണമെന്ന് അവിടെ പറയുന്നില്ല. അതൊക്കെ കസ്റ്റമറി ആയിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതേപോലെ ഡെറ്റർ ടു, അതും വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ചിലപ്പോൾ പുതിയ എഡിഷൻ ബുക്കുകളിലൊന്നും ചിലപ്പോൾ ഈ അബ്രിവിയേഷൻ ഡെബിറ്റിന് നേരെ ഡെറ്റർ എന്നോ ക്രെഡിറ്റിന് നേരെ ടു എന്നോ ചിലപ്പോൾ കണ്ടുകൊള്ളണമെന്നില്ല. അതും ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കാം. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പണ്ട് തൊട്ട് ചെയ്തു വരുന്നത് കൊണ്ട് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നു. വേണ്ടെങ്കിൽ ഒഴിവാക്കാം, ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി. പക്ഷെ ഒരു ജേണൽ എൻട്രി വായിക്കുമ്പോൾ ഡെറ്റർ ടു ഒന്നും ഇല്ലെങ്കിലും നമ്മൾ വായിക്കേണ്ടത് എങ്ങനെയാണ്? ഇത് വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് തന്നെയാണ് അത് വായിക്കേണ്ടത്. എന്നാലേ അത് കേൾക്കുന്ന ഒരാൾക്ക് അതിൽ ഏതാണ് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് എന്നത് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ഇപ്പൊ ഈ ജേണലിൽ ഒരു ഡെബിറ്റ് ആയിട്ടുണ്ട്, ഒരു ക്രെഡിറ്റ് ആയിട്ടുണ്ട്. എങ്കിൽ എ ട്രാൻസാക്ഷൻ വിച്ച് ഇൻവോൾവ് വൺ debit item and one credit item. Such entries for such journal entries are called simple journal entry. എങ്കിൽ ഇത്തരം ജേണൽ എൻട്രികളെയാണ് എന്തെന്ന് പറയുന്നത്? സിമ്പിൾ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഒരു സിമ്പിൾ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ? ഏതൊരു ജേണൽ എൻട്രിയിലാണോ ഒരു ഡെബിറ്റ് ഐറ്റവും ഒരു ക്രെഡിറ്റ് ഐറ്റവും ഉള്ളത്, അത്തരം ജേണൽ എൻട്രികളെ സിമ്പിൾ ജേണൽ എൻട്രി എന്നാണ് പറയുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കോമ്പൗണ്ട് ജേണൽ എൻട്രികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് വന്നേക്കാം, ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് വന്നേക്കാം. അത് തന്നെയാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ജേണൽ എൻട്രിയാണ്.
ഇനി ഞാൻ രണ്ടാമത് ഇതിന്റെ കൂടെ തന്നെ വേറൊരു ട്രാൻസാക്ഷൻ എഴുതുന്നു. 2 പെയ്ഡ് റെന്റ് rupees 1000. Paid rent rupees 1000. Paid rent. Rent എന്ന് പറഞ്ഞാൽ വാടക. Paid കൊടുത്തു, വാടക കൊടുത്തു. എന്ത്? 1000 രൂപ. അപ്പൊ 1000 രൂപ വാടക കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും? ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരിക്കും. എങ്കിൽ ഇത് എഴുതേണ്ട അക്കൗണ്ടുകൾ ഏതായിരിക്കും? ക്യാഷ് കൊടുത്തുകൊണ്ട് അത് ക്യാഷ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തണം. ആ ക്യാഷ് എന്തായിട്ടാണ് കൊടുത്തത്, അല്ലെങ്കിൽ എന്തിനാണ് കൊടുത്തത്? റെന്റ് ആണ് കൊടുത്തത്, വാടക. അപ്പോൾ ബിസിനസ്സിൽ വാടക എന്നുള്ള ഒരു അക്കൗണ്ടിലും അത് രേഖപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന 2 അക്കൗണ്ട്, ഒന്ന് ക്യാഷ് അക്കൗണ്ട് ആണ്, ഒന്ന് റെന്റ് അക്കൗണ്ട് ആണ്. ഇനി ക്യാഷ് കിട്ടാണോ പോവാണോ ചെയ്തത്? ക്യാഷിലേക്ക് ആദ്യം നോക്കാം. ഇപ്പൊ വാടക കൊടുത്തു പറഞ്ഞാൽ ക്യാഷ് പോയി എന്ന് പറഞ്ഞാൽ ക്യാഷ് കുറഞ്ഞു. ക്യാഷ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ആയിരിക്കും വരിക. ഇനി റെന്റ്, വാടക. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെലവാണ്. വാടക കൊടുത്താൽ വാടക എന്നുള്ള ഒരു ചെലവ് കൂടുന്നു. എക്സ്പെൻസ് കൂടിയാൽ ഡെബിറ്റ്. എന്നുവെച്ചാൽ റെന്റ് എന്നുള്ള എക്സ്പെൻസ് കൂടിയതുകൊണ്ട് റെന്റ് ഡെബിറ്റ് വരും. ക്യാഷ് എന്ന അസറ്റ് പോയത് കൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞത് കൊണ്ട് ക്യാഷ് ക്രെഡിറ്റ് വരും. എങ്കിൽ ഇവിടെ ഇതിന്റെ ജേണൽ എൻട്രി നമുക്ക് ഇതേപോലെ എഴുതി വെക്കാം. രണ്ടാമത്തെ ജേണൽ എൻട്രി റെന്റ് അക്കൗണ്ട് ഡെറ്റർ 1000 ടു ക്യാഷ് അക്കൗണ്ട് 1000. ഇപ്പൊ രണ്ടാമത്തെ ഒരു സിമ്പിൾ ജേണൽ. ആദ്യത്തെ ഒരു സിമ്പിൾ ജേണൽ എൻട്രി പെയ്ഡ് വേജസ് ₹500. രണ്ടാമത്തെ ഒരു സിമ്പിൾ ജേണൽ എൻട്രി പെയ്ഡ് റെന്റ് ₹1000. ഇനി ഞാൻ മൂന്നാമത് കൂടി ഒരു ട്രാൻസാക്ഷൻ എഴുതുന്നു. മൂന്നാമത് പെയ്ഡ് ഇലക്ട്രിസിറ്റി ബിൽ. Electricity bill ₹2000. Paid electricity bill ₹2000. Electricity bill 2000 രൂപ കൊടുത്തു. പെയ്ഡ് കൊടുത്തു. എന്ത് കൊടുത്തു? ക്യാഷ് കൊടുത്തു. ഇതേപോലെ പെട്ടെന്ന് പറയാം. കൊടുത്തത് ക്യാഷ് കുറഞ്ഞു. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. ഇനി രണ്ടാമത് രേഖപ്പെടുത്തേണ്ടത് ഏത് അക്കൗണ്ടിലാണ്? ആ ക്യാഷ് എന്തിനാണ് കൊടുത്തത്? ഇലക്ട്രിസിറ്റി ബില്ലായിട്ടാണ് കൊടുത്തത്. അത് നമുക്കൊരു എക്സ്പെൻസ് ആണ്. കറണ്ട് ബില്ല് കൊടുക്കുക എന്നുള്ളത് ബിസിനസ്സിന് ഒരു ചെലവാണ്. അപ്പൊ അത് ഏത് അക്കൗണ്ടിൽ വരണം? ഈ ഇലക്ട്രിസിറ്റി എന്നുള്ള അക്കൗണ്ടിൽ വരണം. പക്ഷെ അത് ചെലവ് കൂടിയതുകൊണ്ട് അത് എന്തായിരിക്കും? ഇലക്ട്രിസിറ്റി ബില്ല് ഡെബിറ്റ് ആയിരിക്കും. ക്യാഷ് പോയതുകൊണ്ട് ക്യാഷ് എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. ഇവിടെ എഴുതിയപ്പോൾ അതേപോലെ എന്തായിരിക്കും ജേണൽ എൻട്രി വരിക? ഇലക്ട്രിസിറ്റി ബിൽ അക്കൗണ്ട് ഡെറ്റർ 2000 ടു ക്യാഷ് അക്കൗണ്ട് 2000. അപ്പൊ ഇതും എന്തെന്നെയാണ്? ഒരു സിമ്പിൾ ജേണൽ എൻട്രി. അപ്പൊ ഞാൻ ഇവിടെ 3 സിമ്പിൾ ജേണൽ എൻട്രി എഴുതി. ഒന്ന് വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ഒന്ന് റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ഒന്ന് ഇലക്ട്രിസിറ്റി ബിൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഈ 3 ജേണൽ എൻട്രിക്കും എന്തെങ്കിലും ഒരു സാമ്യത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോ യെസ് യു സെഡ് ഇറ്റ്. എന്താണിത്? മൂന്നിലും എന്താണ്? ക്യാഷ് അക്കൗണ്ട് ആണ് ഇത് ക്രെഡിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. മൂന്നിലും ക്യാഷ് ആണ് ക്രെഡിറ്റ്. അപ്പൊ മൂന്നെണ്ണത്തിന്റെയും ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുള്ള ഐറ്റം കോമൺ ആണ് അല്ലെ? എങ്കിൽ ഈ 3 ട്രാൻസാക്ഷനും സംഭവിച്ചത് ഒരു തീയതി ഒരു സ്പോട്ടിലാണെന്ന് വിചാരിക്കുക. അപ്പോ ഇത് സംഭവിച്ചത് 31/12/2018 എന്ന് വിചാരിക്കാം. മൂന്നെണ്ണം പെട്ടെന്ന് എടുത്തു കൊടുക്കുകയാണ്. അന്ന് ഒരാൾക്ക് വേജ് കൊടുത്തു, ഒരാൾക്ക് റെന്റ് കൊടുത്തു, കടയ്ക്ക് റെന്റ് കൊടുത്തു, അപ്പൊ തന്നെ കൊണ്ടിട്ട് ഇലക്ട്രിസിറ്റി ബിൽ അടച്ചു. എങ്കിൽ അക്കൗണ്ടന്റിന് അവരുടെ ഒരു ഫ്രീഡം കിട്ടാണ്. ഈ 3 ട്രാൻസാക്ഷനും ഒരു ഡേറ്റിനാണ് സംഭവിച്ചതെങ്കിൽ ഈ 3 എണ്ണവും എന്ത് ചെയ്യണ്ട? ഒറ്റയ്ക്കായിട്ട് എഴുതേണ്ട. ഇതിനെ കൂട്ടിച്ചേർത്ത് എഴുതുക. എങ്ങനെയാണ് അത് കൂട്ടിച്ചേർത്ത് എഴുതുക എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചിരിക്കും. ഇപ്പോൾ വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ഇലക്ട്രിസിറ്റി ബിൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. എങ്കിൽ അക്കൗണ്ടന്റിനുള്ള ഫ്രീഡം എന്താണെന്ന് വെച്ചാൽ മൊത്തം എത്ര രൂപ ക്യാഷ് പോയി? ക്യാഷ് വേജസ് എന്നുള്ള പേരിൽ 500 പോയി, പിന്നെ റെന്റിന് 1000, ടോട്ടൽ 1500, ഇലക്ട്രിസിറ്റി 2000. അപ്പൊ 2000 പ്ലസ് 1000 പ്ലസ് 500 എന്ന് പറഞ്ഞാൽ എത്ര പോയി? 3500 രൂപ മൊത്തം ക്യാഷ് പോയി. ഈ ഇവിടെയുള്ള ഈ ക്യാഷ് ഒഴിവാക്കാം, ഈ ക്യാഷ് ഒഴിവാക്കാം.
ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ഈ 3 ഡെബിറ്റിനും കൂടി ഒരൊറ്റ ക്യാഷ് എഴുതി വേജസ് അക്കൗണ്ട് ഡെറ്റർ, റെന്റ് അക്കൗണ്ട് ഡെറ്റർ, ഇലക്ട്രിസിറ്റി ബിൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നുള്ള ഒറ്റ ഐറ്റം എഴുതി അതിന് നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ 3500 കൊടുക്കാം. അപ്പൊ നോക്കൂ എങ്ങനെയാണ് ഇപ്പൊ ഐറ്റം വന്നത്? വേജസ് അക്കൗണ്ട് ഡെറ്റർ, റെന്റ് അക്കൗണ്ട് ഡെറ്റർ, ഇലക്ട്രിസിറ്റി ബിൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 3500. വേജസ് അക്കൗണ്ട് ഡെറ്റർ 500, റെന്റ് അക്കൗണ്ട് ഡെറ്റർ 1000, ഇലക്ട്രിസിറ്റി ബിൽ അക്കൗണ്ട് ഡെറ്റർ 2000 ടു ക്യാഷ് 3500. അതിന്റെ ടോട്ടൽ ഇത് ഇപ്പൊ എന്തായി? 3 സിമ്പിൾ എൻട്രിയെ ഞാൻ ഒറ്റ ജേണൽ എൻട്രി ഇട്ട് കൂട്ടിച്ചേർത്തു. അപ്പൊ കൂട്ടിച്ചേർത്തപ്പോ എന്ത് സംഭവിച്ചു? ഡെബിറ്റില് 3 ഐറ്റവും ക്രെഡിറ്റിൽ 1 ഐറ്റവും. ഇനി ചിലപ്പോൾ എന്തായിരിക്കും? ഡെബിറ്റിൽ 1 ഐറ്റവും ക്രെഡിറ്റിൽ 1ൽ കൂടുതൽ ഐറ്റങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഡെബിറ്റിലും ക്രെഡിറ്റിലും 1ൽ കൂടുതൽ ഐറ്റങ്ങൾ കൂടി വരാം. അത്തരത്തിലുള്ള ജേണൽ എൻട്രികളെയാണ് എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട് ജേണൽ എൻട്രികൾ എന്ന് പറയുക. അപ്പൊ എങ്ങനെയാണ് ഇത് കോമ്പൗണ്ട് ചെയ്തതെന്ന് കണ്ടല്ലോ അല്ലേ? അപ്പൊ ഇനി ഇതെന്ത് ചെയ്യാം? ഇതിങ്ങനെ സ്പേസ് ചെയ്ത് എഴുതേണ്ടതല്ല. ഇത് മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഇങ്ങനെ ഇപ്പോ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വരും ഒരു പർട്ടിക്കുലർ ഒരു ഡേറ്റിൽ അത് ശ്രദ്ധിക്കണം. വെവ്വേറെ ഡേറ്റിലോ വെവ്വേറെ സമയത്തോ സംഭവിക്കുന്ന ട്രാൻസാക്ഷൻ ഇങ്ങനെ കോമ്പൗണ്ട് ചെയ്യരുത്. ഒരു ഡേറ്റിലാണ് സംഭവിച്ചതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് സൈമിൾട്ടേനിയസ് ആയിട്ട് അടുത്തടുത്ത് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കോമ്പൗണ്ട് ചെയ്തിട്ട് എഴുതാം. ക്വസ്റ്റ്യനിൽ തരും 31 ഡിസംബർ ഒരു 2-3 എക്സ്പെൻസ് അല്ലെങ്കിൽ 2-3 ഇൻകം നിങ്ങൾക്ക് ഒരുമിച്ച് തരാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് എഴുതാം. ഇത് ഇങ്ങനെ സ്പേസ് ചെയ്തിട്ടല്ല എഴുതേണ്ടത്. ഞാനത് ഓരോ 3 സിമ്പിൾ ജേണൽ എൻട്രി എഴുതി അതിന് ഞാൻ കോമ്പൗണ്ട് ചെയ്തപ്പോഴാണ് അങ്ങനെ സ്പേസ് വന്നത്. നിങ്ങൾക്ക് ഇത് എങ്ങനെ ജേണലിലേക്ക് എഴുതാമെന്ന് വെച്ചാൽ ഞാൻ ഇനി കോളം കൂടി വരച്ച് എഴുതാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇങ്ങനെ എഴുതാം. ഇപ്പൊ ഞാനൊരു ചെറിയ ജേണൽ വരയ്ക്കുന്നുണ്ട്. ഇതാണ് ജേണൽ എങ്കിൽ ഞാൻ കോളം ഹെഡിംഗ് ഒന്നും എടുക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞു 31 എന്തായിരുന്നു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 2018 12/31 ഡിസംബർ 31 ഇത് സംഭവിച്ചതെങ്കിൽ ഈ ജേണൽ എൻട്രി എഴുതേണ്ടത് വേജസ് അക്കൗണ്ട് ഡെറ്റർ, അതിന്റെ തൊട്ട് താഴെ തന്നെ റെന്റ് അക്കൗണ്ട് ഡെറ്റർ, പിന്നെ അതിന്റെ തൊട്ട് താഴെ ഇലക്ട്രിസിറ്റി അക്കൗണ്ട് ബില്ലൊന്നും ഞാൻ എഴുതുന്നില്ല, ഇലക്ട്രിസിറ്റി ബിൽ അക്കൗണ്ട് ഡെറ്റർ. അങ്ങനെ 3 ഡെറ്റർ. എത്രയാണ്? റെന്റ് അക്കൗണ്ട് ഡെറ്റർ 500, സോറി വേജസ് അക്കൗണ്ട് ഡെറ്റർ 500, റെന്റ് അക്കൗണ്ട് ഡെറ്റർ 1000, ഇലക്ട്രിസിറ്റി ബിൽ അക്കൗണ്ട് ഡെറ്റർ 2000. ഇനി ഇതിന് എല്ലാത്തിനും കൂടി കോമൺ ആയിട്ട് ഒറ്റ ക്യാഷ് ടു ക്യാഷ് അക്കൗണ്ട് ടോട്ടൽ കൂട്ടണം. എത്ര? 500 പ്ലസ് 1000, 1500 പ്ലസ് 2000, 3500 എന്നുള്ള ഒറ്റ ടോട്ടൽ. ആ ഒറ്റ ടോട്ടൽ എന്ത് ചെയ്യണം? നരേഷൻ ഇതിന് എല്ലാത്തിനും കൂടിയിട്ട് മതി. പെയ്ഡ് വേജസ് റെന്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ബിൽ എന്ന് പറഞ്ഞിട്ട് ഒറ്റ നരേഷൻ. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? താഴെ ഞാനിപ്പോ എന്ത് ചെയ്യാണ്? ഒന്നിച്ച് ക്ലോസ് ചെയ്ത് ഒരിട്ട് ജേണൽ എൻട്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എഴുതിയത് വ്യക്തമാക്കേണ്ടത് തോന്നുന്നു, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ആ 3 സിമ്പിൾ ജേണൽ എൻട്രികൾ എഴുതി. അത് കോമ്പൗണ്ട് ചെയ്യണമെങ്കിൽ അതിന് എന്ത് വേണം? ആ ജേണൽ എൻട്രികളിൽ ഒന്നുകിൽ കോമൺ ആയിട്ട് ഒരു ഡെബിറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ജേണൽ എൻട്രികൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? കോമ്പൗണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ നോക്കൂ, വേജസ് അക്കൗണ്ട് ഡെറ്റർ, റെന്റ് അക്കൗണ്ട് ഡെറ്റർ, ഇലക്ട്രിസിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നുള്ളതാണ് ആ കോമ്പൗണ്ട് ജേണൽ എൻട്രി. ഇതിൽ നിന്ന് നിങ്ങൾ ഇതിന് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് വേർതിരിച്ചെടുക്കാം. നിങ്ങൾ സിമ്പിൾ ആയിട്ട് എടുക്കാം. വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നുള്ള ഒരു ജേണൽ എൻട്രി ആക്കി മാറ്റാം. റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നുള്ള രണ്ടാമത്തെ ജേണൽ എൻട്രി എടുക്കാം. ഇലക്ട്രിസിറ്റി ബിൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നുള്ള മൂന്നാമത്തെ ജേണൽ എൻട്രി എടുക്കാം. അപ്പൊ ഇത്തരം ജേണൽ എൻട്രികളെ ആണ് എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വേണമെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ കൂടി ഞാൻ ഇതിന്റെ കൂടെ എഴുതാം, ഒന്ന് ശ്രദ്ധിക്കുക. കോമ്പൗണ്ട് ജേണൽ എൻട്രിയുടെ മറ്റൊരു എക്സാമ്പിൾ.
ഇത് പരീക്ഷയ്ക്ക് സാധാരണ വരുന്ന ഒരു ചോദ്യമാണ്. ഒരു വലിയ ക്വസ്റ്റ്യനില് വരാവുന്ന അല്ലെങ്കിൽ ഇനി ഹോംവർക്കുകൾ തരുമ്പോൾ അതിൽ കണ്ടേക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് ഇരിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: റാം commenced business with cash rupees 25,000, machinery rupees 21,000, machinery with rupees 21,000 and stock rupees 32,000 and stock rupees 32,000, 25, 21 and 32,000. അപ്പോൾ ഇതിലൊന്ന് നോക്കി ട്രാൻസാക്ഷൻ. റാം commenced business with cash rupees 25,000, machinery rupees 21,000 and stock rupees 32,000. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ച ക്വസ്റ്റ്യനിലൊക്കെ എന്താണ്? സാം commenced business with cash rupees 1,50,000 അല്ലെങ്കിൽ rupees 2 lakh അല്ലെങ്കിൽ ജോൺ commenced business with cash rupees 5 lakh. അങ്ങനെ ഒരു ക്യാഷ് കൊണ്ട് ബിസിനസ് തുടങ്ങിയ എക്സാമ്പിളുകൾ മാത്രമാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. സാധാരണഗതിയിൽ അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. കാരണം ക്യാഷിന്റെ കൂടെ എന്ത് ചെയ്യാം? മറ്റു പല അസറ്റുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം? ബിസിനസ് തുടങ്ങാവുന്നതാണ്. നമ്മൾ ഇതുവരെ ചെയ്തതില് ഒരു വ്യക്തി ക്യാഷ് കൊണ്ട് ബിസിനസ് തുടങ്ങുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ സാധാരണഗതിയിൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പണം മാത്രമല്ല ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി കൊണ്ടുവരാറുള്ളത്. ലാൻഡ് കൊണ്ടുവരാം. ഒരാളുടെ കയ്യിൽ സ്വന്തമായിട്ട് റോഡ് സൈഡിൽ ലാൻഡ് ഉണ്ട്, അയാൾക്ക് സ്വന്തം കെട്ടിടമുണ്ട്, അതിൽ മെഷീനറി, ഇതെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് അയാൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതെല്ലാം കൂടി കൂട്ടിച്ചേർത്തതായിരിക്കും അയാളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ വ്യക്തിയുടെ ടോട്ടൽ ക്യാപിറ്റൽ ഞാൻ കൂട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇത് 25,000 ആക്കാം. ഇത് 21,000 പകരം ഞാൻ 35 ആക്കുന്നു ഈസി കാൽക്കുലേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 25,000 പ്ലസ് 35 എന്ന് പറയുമ്പോൾ 40, 60 ആയി. ഇത് ഇവിടെ 32 എന്നുള്ളതിന് പകരം ഞാനൊരു 40 ആക്കുന്നു, 40,000 ആക്കുന്നു. അപ്പൊ നമുക്ക് എന്തായി? ടോട്ടൽ 1 lakh എന്നുള്ള എമൗണ്ട് റൗണ്ടഡ് ഫിഗർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത് ജേർണൽ എൻട്രി ആയിട്ട് എഴുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? 3 സിമ്പിൾ ജേർണൽ എൻട്രി എഴുതേണ്ടി വരും. ഒറ്റയ്ക്ക് എഴുതാണെങ്കിൽ എന്തൊക്കെയാണ് ആ 3 സിമ്പിൾ ജേർണൽ എൻട്രി? കാരണം ഒരു ഉടമസ്ഥൻ ബിസിനസ് തുടങ്ങാൻ വേണ്ടി കൊണ്ടുവരുന്ന എല്ലാം അയാളുടെ ക്യാപിറ്റലാണ്. ഇവിടെ ക്യാഷ് മാത്രമല്ല അയാൾ കൊടുക്കുന്നത്, മെഷീനറി കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്തും കൊടുത്തിട്ടുണ്ട്, സ്റ്റോക്കും കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടി കൊടുത്തിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്കിൽ ക്യാഷ് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 25,000 ടു ക്യാപിറ്റൽ. ഞാൻ പേര് എഴുതുന്നില്ല തൽക്കാലം. ക്യാപിറ്റൽ 25,000. ഇതൊരു സിമ്പിൾ ജേർണൽ എൻട്രി ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ഇനി അയാൾ മിഷനറി കൊണ്ട് ബിസിനസ് തുടങ്ങി എന്ന് പറഞ്ഞാൽ അതും അയാളുടെ ക്യാപിറ്റൽ തന്നെയാണ്. പക്ഷെ അവിടെ ക്യാഷ് അല്ല, പിന്നെ എന്താ വരുന്നത്? മെഷീനറി ആണ് വരുന്നത്. അപ്പൊ ആ രണ്ടാമത്തതിന് ഞാൻ എന്താ എഴുതേണ്ടി വരും? അപ്പോ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്ന് എഴുതേണ്ടി വരും. എത്രയാണ്? 35,000. ഇനി ഏതാണ് കൊടുത്തിരിക്കുന്നത്? സ്റ്റോക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സ്റ്റോക്കും ക്യാപിറ്റലിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും ജേർണൽ എൻട്രി വരിക? മൂന്നാമത് ഇതേപോലെ എന്തെഴുതേണ്ടി വരും? സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്ന് എഴുതേണ്ടി വരും. എത്രയാണ്? 40,000. നോക്കൂ, ഇങ്ങനെ ഈ ഒരു ട്രാൻസാക്ഷനെ വേണമെങ്കിൽ 3 സിമ്പിൾ ജേർണൽ എൻട്രി ഒക്കെ എഴുതാം. എങ്ങനെയൊക്കെയാണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ ആൻഡ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. നിങ്ങൾ നോക്കിയപ്പോൾ ഇതില് ഈ 3 സിമ്പിൾ ജേർണൽ എൻട്രിയുടെ ഒരു കോമൺ ഫാക്ടർ എന്തായിരുന്നു? ആ കോമൺ ഫാക്ടർ? ഇതിൽ ക്രെഡിറ്റ് ഐറ്റം എന്താണ്? 3ലും ക്യാപിറ്റൽ ആണ്. എങ്കിൽ ഈ 3
കോമൺ ഐറ്റത്തെ മാറ്റി നിർത്തി നമുക്കിത് കോമ്പൗണ്ട് ചെയ്തൂടെ? എങ്കിൽ എങ്ങനെയായിരിക്കും കോമ്പൗണ്ട് വരിക? അയാൾ ഉടമസ്ഥൻ എന്ത് ചെയ്യുന്നു? ബിസിനസ് തുടങ്ങുന്നു. എന്തൊക്കെ കൊണ്ടാണ്? ക്യാഷ് ഉണ്ട്, മെഷീനറി ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. എങ്കിൽ നമുക്ക് ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് 25,000, മെഷീനറി അക്കൗണ്ട് ഡെറ്റ് 35,000, സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റ് 40,000 ടു ക്യാപിറ്റൽ എന്ന് ഒറ്റ ക്രെഡിറ്റ് ആയിട്ട് എഴുതി അതിന്റെ ടോട്ടൽ എഴുതിയാൽ ആ ജേണൽ എൻട്രി ഓക്കെ. നോക്കൂ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് 25,000, മെഷീനറി അക്കൗണ്ട് ഡെറ്റ് 35,000, സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റ് 40,000 ടു ക്യാപിറ്റൽ 1,00,000. ഇവിടെ ഡെബിറ്റ് 3 ആയിട്ടുണ്ട്, ക്രെഡിറ്റ് 1 ആയിട്ടുണ്ട്. ഇത്തരം ജേണൽ എൻട്രികളെയാണ് എന്ത് ജേണൽ എൻട്രികൾ എന്ന് പറയാ? കോമ്പൗണ്ട് ജേണൽ എൻട്രികൾ എന്ന് പറയുക. അപ്പൊ എങ്ങനെയാണ് അത് കോമ്പൗണ്ട് ചെയ്തത് എന്ന് മനസ്സിലായല്ലോ അല്ലേ? എങ്കിൽ ഇനി ഞാൻ അതിനെ ഒന്നുകൂടെ അടുപ്പിച്ച് എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് 25,000, പിന്നെ മെഷീനറി അക്കൗണ്ട് ഡെറ്റ് 35,000, സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റ് 40,000. ഇതെല്ലാം കൂടി കൂട്ടി ടു ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര? ക്രെഡിറ്റ് 1 lakh. ഇതിന്റെ ടോട്ടൽ ആയിരിക്കണം ക്രെഡിറ്റ് വരേണ്ടത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റയ്ക്ക് വായിക്കാം. എങ്ങനെയാണ് വായിക്കാം? ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാപിറ്റൽ, മെഷീനറി അക്കൗണ്ട് ഡെറ്റ് ടു ക്യാപിറ്റൽ, സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാപിറ്റൽ എന്ന് അങ്ങനെയും വായിക്കാം. അപ്പൊ ഇത്തരം ജേണൽ എൻട്രികളാണ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ജേണൽ എൻട്രികൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതില് റെസിപ്റ്റ് സൈഡിൽ വരാവുന്ന രൂപത്തിലുള്ള എക്സാമ്പിളുകളും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇപ്പോ ഇവിടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഈ ടോപ്പിക് അവസാനിപ്പിക്കാം. ഈ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്നത് പിന്നെ നമുക്കത് എന്ത് ചെയ്യാം? പ്രാക്ടിക്കൽ പ്രോബ്ലങ്ങൾ വരുമ്പോൾ അതിൽ ഉൾപ്പെടുത്തി ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഡേറ്റില്, ഒരു പർട്ടിക്കുലർ ഡേറ്റില്, ഇപ്പൊ ഞാൻ നേരത്തെ ഇതുപോലെ 2015 ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഞാൻ എന്ത് ചെയ്യണം? 2 റെസിപ്റ്റ് ട്രാൻസാക്ഷൻ എഴുതാം. അപ്പൊ ആ റെസിപ്റ്റ് ട്രാൻസാക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് കോമ്പൗണ്ട് ചെയ്യാന്നുള്ളതൊന്ന് നോക്കി നോക്കാം. റെസിപ്റ്റ് ട്രാൻസാക്ഷൻ വരിക എന്ന് പറഞ്ഞാല് 2015 ഡിസംബർ 31 ഈ തീയതിക്ക് എന്താണ്? റിസീവ്ഡ് കമ്മീഷൻ ₹1,000. റിസീവ്ഡ് കമ്മീഷൻ ₹1,000. സെയിം ഡേറ്റിൽ വീണ്ടും റിസീവ്ഡ് ഇൻട്രസ്റ്റ് ₹5,000. 2 ട്രാൻസാക്ഷൻ, ഞാൻ 3ലേക്ക് പോകുന്നില്ല. 2 ട്രാൻസാക്ഷൻ സെയിം ഡേറ്റിൽ 2 ട്രാൻസാക്ഷൻ ഏതാണ്ട് ഒരേപോലെയുള്ള റിസീവ്ഡ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കിട്ടി. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു. എന്താണ് കമ്മീഷൻ? എത്ര രൂപ? 1000 രൂപ ക്യാഷ് കമ്മീഷൻ ആയിട്ട് സ്വീകരിച്ചു. എങ്കിൽ അതിലൊരു അക്കൗണ്ട് എന്താണ് കിട്ടിയത്? ക്യാഷ് ആണ്, ക്യാഷ് അക്കൗണ്ട്. അത് എന്തായിട്ടാണ് കിട്ടിയത്? കമ്മീഷൻ ആയിട്ട്. ക്യാഷ് എന്താ ചെയ്തത്? കൂടിയോ കുറഞ്ഞോ? കിട്ടിയത് കൊണ്ട് ക്യാഷ് കൂടി, അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. അത് എന്തായിട്ടാണ് കിട്ടിയത്? കമ്മീഷൻ ആയിട്ട്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കിട്ടിയത് ആയതുകൊണ്ട് ഇൻകം ആണ്, ഇൻകം കൂടിയ ക്രെഡിറ്റ്. അപ്പൊ നമുക്കറിയാം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, കമ്മീഷൻ അക്കൗണ്ട് ക്രെഡിറ്റ്. അത് സിമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ എഴുതുകയാണെങ്കിൽ ഈ ജേണൽ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് 1000 ടു കമ്മീഷൻ അക്കൗണ്ട് 1000. ഒന്നാമത്തെ ജേണൽ എൻട്രി. ഇനി രണ്ടാമത്തെ റിസീവ്ഡ് ഇൻട്രസ്റ്റ് ₹5,000. റിസീവ്ഡ് സ്വീകരിച്ചു, കിട്ടി. എന്താണ് കിട്ടിയത്? ഇൻട്രസ്റ്റ് പലിശ കിട്ടി. എത്ര രൂപ? 5000 രൂപ. 5000 രൂപ പലിശ കിട്ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ക്യാഷ് അല്ലേ? അപ്പൊ ക്യാഷ് കിട്ടി, ക്യാഷ് ഡെബിറ്റ്.
എന്തായിട്ടാണ് കിട്ടിയത്? പലിശ. പലിശ കിട്ടിയതായതുകൊണ്ട് അത് ഇൻകം. ഇൻകം കൂടിയാൽ ക്രെഡിറ്റ്. അപ്പൊ ഇതേപോലെ തന്നെ ഇതിന്റെ ജേണൽ എൻട്രി വരിക ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ കിട്ടിയത് 5000. അത് എന്തായിട്ടാണ് കിട്ടിയത്? എന്താണ് കിട്ടിയത്? ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് 5000. ഈ രണ്ട് ജേണൽ എൻട്രികൾ പരിശോധിച്ച് നോക്കൂ. സെയിം ഡേറ്റിൽ സംഭവിച്ചതാണ്. ഇപ്പൊ എഴുതിയിരിക്കുന്ന രണ്ട് സിമ്പിൾ ജേണൽ എൻട്രിയാണ്. ഇതിൽ നിങ്ങൾ പരിശോധിക്കുമ്പോൾ വല്ല കോമൺ ഫാക്ടർ കാണാൻ കഴിയുന്നുണ്ടോ? ഒന്ന് നോക്കി നോക്കൂ. ശരിയല്ലേ? ഇതെവിടെ രണ്ടിനും ഡെബിറ്റ് എന്താണ്? ക്യാഷ് എന്നുള്ളതാണ്. എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ്. ഒരേ സമയം സംഭവിച്ച, ഒരേ ദിവസത്തിൽ സംഭവിച്ചതായതുകൊണ്ട് ഇത് ഒരൊറ്റ ജേണൽ എൻട്രി ഒക്കെ എഴുതാം. നമുക്ക് കോമൺ ഏതാണെങ്കിൽ അതിന് നിർത്താം. ഏതാണ് ഇവിടെ കോമൺ? ഡെബിറ്റ് ആണ് കോമൺ. അപ്പോൾ ഒറ്റ ഡെബിറ്റ് നിർത്തിയാൽ മതി. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ ടു ഇൻട്രസ്റ്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിലുള്ള ഏത് ഒഴിവാക്കാം? രണ്ടാമത്തെ ക്യാഷ് ഒഴിവാക്കാം. അപ്പോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ സംഖ്യ നമുക്ക് എഴുതാൻ പറ്റേ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ക്യാഷ് കിട്ടി, ടു കമ്മീഷൻ 1000, ടു ഇൻട്രസ്റ്റ് 5000. എങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എത്രയായിരിക്കും? യെസ്, 6000 ആയിരിക്കും. അപ്പൊ ഈ ജേണൽ എൻട്രി എഴുതാ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 6000, ടു കമ്മീഷൻ 1000, ടു ഇൻട്രസ്റ്റ് 5000. ടോട്ടൽ ക്യാഷ് 6000 ആണ്. അതിൽ 1000 രൂപ എന്താണ്? കമ്മീഷൻ ആണ്, 5000 രൂപ ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യണ്ട? ഞാനിവിടെ സ്പേസ് വന്നിട്ടുണ്ട്. നമുക്കത് എഴുതുന്ന സമയത്ത് സ്പേസ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ ടു ഇൻട്രസ്റ്റ് എന്ന് ഇങ്ങനെ എഴുതി വെക്കാവുന്നതാണ്. അപ്പൊ ഇതെന്ത് ജേണൽ എൻട്രി ആയി മാറി? ഇതൊരു കോമ്പൗണ്ട് ജേണൽ എൻട്രി ആയി മാറി. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് കോമ്പൗണ്ട് ജേണൽ എൻട്രിയെ കുറിച്ചാണ്. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം എന്തായിരുന്നു? സിമ്പിൾ ജേണൽ എൻട്രികളാണ്. സിമ്പിൾ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ജേണൽ എൻട്രി ഹാവിംഗ് വൺ ഡെബിറ്റോ വൺ ക്രെഡിറ്റ്. ഒരു ഡെബിറ്റോ ഒരു ക്രെഡിറ്റോ ഉള്ള ജേണൽ എൻട്രികളെയാണ് എന്ന് പറയാ സിമ്പിൾ ജേണൽ എൻട്രി എന്ന് പറയാ. പിന്നെ അങ്ങനെയല്ലാത്ത കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ എ ജേണൽ എൻട്രി ഹാവിംഗ് either 2 or more debit or 2 or more credit. ഒന്നുകിൽ 2 or more ഡെബിറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 2 or more ഡെബിറ്റ് ഉണ്ടായിരിക്കാം, or with both, അല്ലെങ്കിൽ ചിലപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ഒന്നിലധികം ഉണ്ടായിരിക്കാം. അത്തരം ജേണൽ എൻട്രികളെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പ്രോബ്ലം ചെയ്തപ്പോൾ ഹോംവർക്ക് തരികയാണ് ചെയ്തത്. അപ്പൊ അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു ഏരിയയിൽ നിന്ന് ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു. ആ ട്രാൻസാക്ഷന്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടി ഞാൻ എന്ത് ചെയ്യാം? ഈ വീഡിയോയിൽ ഇടാം. എന്താണ് ആ ട്രാൻസാക്ഷൻ എന്ന് ചോദിച്ചാൽ ഇതായിരുന്നു. withdrew goods by proprietor for personal use. For personal use. Rupees 5000. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അതാ ചെയ്ത ക്വസ്റ്റ്യനിൽ എമൗണ്ട് വ്യത്യാസമുണ്ടായിരിക്കാം. withdrew goods by proprietor for personal use. ചിലപ്പോൾ സംഭവിക്കാവുന്നതാണ്. ഇപ്പോൾ പലചരക്ക് കട നടത്തുന്ന ഒരു ബിസിനസ്മാൻ, ഒരു ഗ്രോസറി ഷോപ്പ് നടത്തുന്ന ഒരു ബിസിനസ്മാൻ, അയാളുടെ വീട്ടിലേക്ക് അയാൾ മറ്റു കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമുണ്ടോ? അയാളുടെ സ്വന്തം കടയിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയ പോരെ? ഒരു പച്ചക്കറി കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വീട്ടിലേക്കുള്ള പച്ചക്കറി അയാൾ മറ്റൊരു കടയിൽ പോയിട്ടല്ലോ വാങ്ങുക, അയാളുടെ കടയിൽ നിന്ന് അയാൾ എടുത്തുകൊണ്ട് പോവല്ലേ ചെയ്യുക. അപ്പൊ അങ്ങനെ സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ ഉടമസ്ഥൻ വീട്ടാവശ്യത്തിന് എടുത്തു കൊണ്ടുപോയാൽ അത് നമുക്കറിയാം. ഉടമസ്ഥൻ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് ആയാലും കൈൻഡ് ആയാലും എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഡ്രോയിങ്സ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെന്താണ്? ഡ്രോയിങ്സ് റിലേറ്റഡ് വിത്ത് ക്യാപിറ്റൽ. ക്യാപിറ്റലിനെ കുറയ്ക്കുന്നതാണ് ഡ്രോയിങ്സ് എന്നാൽ എല്ലാവർക്കും അറിയാം. ക്യാഷ് ആണ് കൊണ്ടുവരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് നമ്മൾ എഴുതും. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ക്യാഷ് ആണെങ്കിൽ സംശയങ്ങളൊന്നുമില്ല. വിഡ്രോ ചെയ്താൽ ബിസിനസ്സിൽ നിന്ന് വ്യക്തിപരമായ ആവശ്യത്തിന് പണം പിൻവലിച്ച ജേണൽ എൻട്രി എന്താണ്? ഒരു 500 രൂപയാണ് കൊണ്ടുവരുന്നെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അതിന്റെ റീസൺ എല്ലാവർക്കും അറിയാം. വിഡ്രോ ചെയ്താൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ, അത് മൂലധനത്തെ കുറയ്ക്കുന്നതാണ്. അയാൾ കൊണ്ടുവരുന്ന തുക ക്യാപിറ്റൽ ആണെങ്കിൽ അതിൽ നിന്ന് പിൻവലിക്കുന്നതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയും. അത് ക്യാപിറ്റൽ എന്നുള്ള ലയബിലിറ്റിയെ കുറയ്ക്കുന്നതായതുകൊണ്ടാണ് ഡ്രോയിങ്സ് എന്ന് വന്നത്, ഡെബിറ്റ് വന്നത്. അപ്പൊ ചിലർക്ക് ചോദിക്കും, അത് ക്യാപിറ്റൽ തന്നെ ഡെബിറ്റ് ചെയ്താൽ പോലെ, കാരണം അയാളുടെ ക്യാപിറ്റൽ അല്ലേ അയാൾ എടുത്തു കൊണ്ടുപോകുന്നത്.
അപ്പൊ ഈ ഡ്രോയിങ്സ് സെപ്പറേറ്റ് കാണിക്കാൻ, വിഡ്രോ ചെയ്യുമ്പോൾ ഡ്രോയിങ്സ് സെപ്പറേറ്റ് കാണിക്കാനുള്ള കാരണം അത് ബിസിനസ്സിൽ അതിന്റെ കണക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അയാൾ എത്ര രൂപ ക്യാപിറ്റൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അതിൽ നിന്ന് അയാൾ എത്ര വിഡ്രോ ചെയ്തു, ഡ്രോ ചെയ്തു, ഡ്രോയിങ്സ് ഉണ്ടായി, അത് സെപ്പറേറ്റ് ആയിട്ട് അവിടെ അക്കൗണ്ട് ചെയ്ത് കാണണം. എന്നിട്ട് ആ വർഷ അവസാനം ഈ ഡ്രോയിങ്സ് അക്കൗണ്ട് നമ്മൾ ഇതിലേക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്ന് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. അത് നിങ്ങൾ ഇനി ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അറിയാം. ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ ക്യാപിറ്റൽ എന്ന് ലയബിലിറ്റി സൈഡിലേക്ക് എഴുതി ലെസ് ഡ്രോയിങ്സ് എന്ന് വെച്ചാൽ ഡ്രോയിങ്സ് നമ്മൾ എവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കുറച്ച് കാണിക്കും. പക്ഷെ നമുക്ക് കണക്കറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അയാൾ എത്ര കൊണ്ടുവന്നു, അയാൾ പിന്നെ എത്ര കൊണ്ടുപോയി എന്ന് സെപ്പറേറ്റ് നോക്കിയാൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ് അയാൾ വിഡ്രോ ചെയ്യുമ്പോൾ അത് സെപ്പറേറ്റ് അക്കൗണ്ട് ആ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ക്യാഷ് കൊണ്ടുപോയാൽ നമുക്ക് ഡൗട്ട് ഒന്നുമില്ല, ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ക്യാഷ് എന്നാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതാണ് അവിടെ ചോദ്യം. ക്യാഷ് അല്ല ക്രെഡിറ്റ് ചെയ്യേണ്ടത്, പിന്നെ എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഈ ബിസിനസ്സിൽ വാങ്ങി വെച്ചിരിക്കുന്ന സാധനമാണ് അയാൾ എടുത്തുകൊണ്ട് പോകുന്നത്. സാധാരണ ബിസിനസ് മറ്റൊരാൾക്ക് വിൽക്കുന്നത് സാധനം കൊടുത്താൽ അത് സെയിൽസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഉടമസ്ഥൻ ഈ സാധനം കൊണ്ടുപോയാൽ അത് സെയിൽസ് ആയിട്ട് കാണിച്ചൂടെ? അപ്പൊ ടു സെയിൽസ് എന്ന് എഴുതിക്കൂടെ എന്നൊരു ചോദ്യം ചിലപ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട്. പക്ഷെ ടു സെയിൽസ് എന്ന് കാണിക്കാൻ അവിടെ ബുദ്ധിമുട്ടാണ്. കാരണം വിൽക്കുന്നത് വാങ്ങിയ വിലയിൽ പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും. പക്ഷെ ഒരിക്കലും ഉടമസ്ഥൻ അത് കൊണ്ടുപോകുമ്പോൾ അത് വിൽപ്പന വിലയല്ല കാണിക്കുക, കണക്കിൽ കാണിക്കുക, വാങ്ങിയ വില തന്നെ വെച്ചിട്ടായിരിക്കും അയാൾ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുക. അത് പർച്ചേസ് ചെയ്ത വിലയിൽ തന്നെ ആയിരിക്കും അയാൾ അത് വിഡ്രോ ചെയ്തതായിട്ട് കാണിക്കുക. ചുരുക്കി പറഞ്ഞാൽ പർച്ചേസ് ചെയ്തത് സാധനങ്ങളായിരിക്കുമല്ലോ അയാൾ കൊണ്ടുപോയിട്ടുണ്ടാവുക. അപ്പൊ പർച്ചേസ് ചെയ്ത സാധനങ്ങളിൽ കുറവ് വന്നു എന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ എന്നായിരിക്കും നമ്മൾ എല്ലായ്പ്പോഴും എഴുതുക. ഗൂഡ്സ് പർച്ചേസ് എന്ന് പറയുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ. ഈ വാങ്ങിയ സാധനമാണ് അയാൾ എടുത്തുകൊണ്ട് പോകുന്നത് എന്നത് കൊണ്ട് തന്നെ അതിൽ അയാൾ കൊണ്ടുപോകുന്ന വില ഈ വാങ്ങിയ വിലയായിട്ടായിരിക്കും കാണിക്കുക, അല്ലാതെ വിൽക്കുന്ന വിലയല്ല കാണിക്കുക. അതുകൊണ്ട് തന്നെ അത് സെയിൽസ് കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ് കാണിക്കേണ്ടത്? വാങ്ങിയതിൽ കുറവ് വന്നു എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. എന്ന് വെച്ചാൽ ബിസിനസ്സിലേക്ക് വാങ്ങിയ സാധനം കുറവ് വന്നു, അയാൾ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പൊ വാങ്ങുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ആണെങ്കിൽ അയാൾ അത് വീട്ടാവശ്യത്തിന് എടുത്തുണ്ടായാൽ ആ വാങ്ങിയത് കുറഞ്ഞില്ലേ? അപ്പൊ വാങ്ങുമ്പോൾ ഡെബിറ്റ് എന്ന് പറയുമ്പോൾ ആ ഡെബിറ്റ് കുറയണമെങ്കിൽ ആ പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്യല്ലേ വേണ്ടത്. അപ്പൊ ഇവിടെ എന്തായിരിക്കണം വേണ്ടത്? വാങ്ങിയത് കുറഞ്ഞു എന്ന് കാണിക്കണമെങ്കിൽ, വാങ്ങുമ്പോൾ പർച്ചേസ് ഡെബിറ്റ് ആണെങ്കിൽ അയാൾ അത് എടുത്തു കൊണ്ടുപോകുമ്പോൾ ആ പർച്ചേസ് കുറയണമെങ്കിൽ പർച്ചേസ് അക്കൗണ്ടിനെയാണ് ഇവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. കാര്യം ലോജിക്ക് കൂടി കിട്ടിയോ? അപ്പൊ ഇവിടെ എന്തല്ല, സാധനങ്ങൾ എടുത്തുകൊണ്ടാകുമ്പോൾ ടു ഗൂഡ്സ് എന്ന അപ്പൊ എന്താ പറഞ്ഞു വന്നത്? പർച്ചേസ് ചെയ്തതിനെ കുറയുന്നു, ബിസിനസ്സിലെ പർച്ചേസ് കുറയുന്നു എന്നാണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പൊ പർച്ചേസ് കുറയുന്നു എന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് ഡെബിറ്റ് ആയിരിക്കും. ആ ഡെബിറ്റ് ഉള്ള പർച്ചേസിനെ കുറയ്ക്കണമെങ്കിൽ പർച്ചേസിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. യെസ്, അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് എന്നാണ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകുന്നത് വാങ്ങിയ വിലയിലാണ്. അപ്പോൾ വാങ്ങിയ വിലയിൽ എടുത്തുകൊണ്ടുപോകുമ്പോൾ വാങ്ങിയ സാധനം അവിടെ കുറയും. അപ്പോൾ വാങ്ങിയത് പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് കുറഞ്ഞു എന്നാണ് കണക്കിൽ കാണിക്കേണ്ടത്. പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് ഡെബിറ്റ് ആണെങ്കിൽ പർച്ചേസ് കുറഞ്ഞു എന്ന് കാണിക്കണമെങ്കിൽ പർച്ചേസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ജേണൽ എൻട്രി ഗൂഡ്സ് വിഡ്രോ ചെയ്യുമ്പോൾ പ്രൊപ്രൈറ്റർ ഗൂഡ്സ് ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അതിന് വരുന്ന ജേണൽ എൻട്രി എന്താണെന്ന് നമ്മൾ പഠിച്ചത്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് അക്കൗണ്ട് എന്നാണ് വരിക. അപ്പൊ ഇനി വരുന്ന ഹോംവർക്കുകളിൽ ഇങ്ങനെ ഗൂഡ്സ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട ജേണൽ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് എന്നാണ്. ഇതൊക്കെയാണല്ലോ. ശരി, ഇനി മറ്റൊരു ഡൗട്ട് ഇതിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്,
കുട്ടികൾ തെറ്റിക്കുന്ന മറ്റൊന്നാണ് പർച്ചേസ്ഡ് സ്റ്റേഷനറി. പർച്ചേസ്ഡ് സ്റ്റേഷനറി ഫോർ ക്യാഷ് ₹1000. ഇങ്ങനെ ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടികൾ എഴുതി വെക്കുന്ന ഒരു ജേണൽ എൻട്രി ആണ് പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് കുട്ടികൾ എഴുതി വെച്ചതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷൻ വീണ്ടും പറയുന്നത്. ശ്രദ്ധിക്കുക, പർച്ചേസ്ഡ് സ്റ്റേഷനറി എന്ന് എഴുതിയാൽ ഒരിക്കലും പർച്ചേസസ് അക്കൗണ്ടിൽ പറയരുത്. പർച്ചേസ്ഡ് ഗൂഡ്സ്, സോൾഡ് ഗൂഡ്സ്. പർച്ചേസ്ഡ് ഗൂഡ്സ് എന്ന് പറയുമ്പോൾ ഗൂഡ്സ് എന്ന് പറഞ്ഞാൽ ഫോർ റീസെയിൽ, വിൽക്കാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങിയാൽ മാത്രമേ അത് പർച്ചേസ് അക്കൗണ്ടിലേക്ക് വരാവൂ. അല്ലാതെ പർച്ചേസ്ഡ് ഫർണിച്ചറോ പർച്ചേസ്ഡ് മെഷീനറിയോ പർച്ചേസ്ഡ് സ്റ്റേഷനറിയോ ഇതൊന്നും പർച്ചേസസ് അക്കൗണ്ടിലേക്ക് വരേണ്ടതല്ല. ഇതെല്ലാം അതാത് അസറ്റുകളുടെ അക്കൗണ്ടിലേക്ക് വരേണ്ടതാണ്. പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്, അല്ലാതെ പർച്ചേസ് അക്കൗണ്ടിലേക്ക് അല്ല പോകേണ്ടത്. അതേപോലെ പർച്ചേസ്ഡ് മെഷീനറി എന്ന് പറഞ്ഞാൽ മെഷീനറിയുടെ അക്കൗണ്ട് ആണ് അവിടെ ഡെബിറ്റ് വരേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് പർച്ചേസ്. പർച്ചേസ് എന്ന അക്കൗണ്ട് എഴുതണമെങ്കിൽ എന്തായിരിക്കണം? പർച്ചേസ്ഡ് ഗൂഡ്സ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ? അത് പർച്ചേസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാവുള്ളൂ. ഇവിടെ പർച്ചേസ്ഡ് സ്റ്റേഷനറി ആണെങ്കിൽ ഒരിക്കലും അത് ഏത് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യരുത്? പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യരുത്. ഇവിടെ വരേണ്ട ജേണൽ എൻട്രി എന്തായിരിക്കണം? യെസ്, സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ എന്നായിരിക്കണം ഇവിടെ വരേണ്ടത്. ഇവിടെ എന്താണ് ജേണൽ എൻട്രി വരേണ്ടത്? സ്റ്റേഷനറി അക്കൗണ്ട്. അല്ലെങ്കിൽ പർച്ചേസ്ഡ് മെഷീനറി എന്നാണെങ്കിൽ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ എന്നാണ് വരേണ്ടത്. പർച്ചേസ്ഡ് ഫർണിച്ചർ എന്നാണെങ്കിൽ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ എന്നാണ് വരേണ്ടത്. എപ്പോൾ മാത്രമേ പർച്ചേസസ് എഴുതാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്? പർച്ചേസ്ഡ് ഗൂഡ്സ് എന്ന് എഴുതുന്ന കേസിൽ മാത്രം സാധനങ്ങൾ വാങ്ങിയ ആ കേസിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ? ഈ പറയുന്ന പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാവുള്ളൂ. അതേപോലെ തന്നെ സോൾഡ് ഗൂഡ്സ് എന്ന് പറഞ്ഞാൽ മാത്രമേ അത് സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാവുള്ളൂ. സോൾഡ് ഫർണിച്ചർ എന്നോ സോൾഡ് മെഷീനറി എന്ന് പറഞ്ഞാലോ ഒരിക്കലും നിങ്ങൾ അത് സെയിൽസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകരുത്. സോൾഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഫോർ ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ ആണ്. സോൾഡ് മെഷീനറി ഫോർ ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി ആണ്. അല്ലെങ്കിൽ സോൾഡ് ബിൽഡിംഗ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽഡിംഗ് ആണ്. ഒരിക്കലും സോൾഡ് എന്ന് കാണുമ്പോൾ തന്നെ സെയിൽസ് എഴുതരുത്. എപ്പോൾ മാത്രമേ സെയിൽസ് എഴുതാവുള്ളൂ? സോൾഡ് ഗൂഡ്സ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഏത് അക്കൗണ്ടിലേക്ക് പോവുള്ളൂ? സെയിൽസിന്റെ അക്കൗണ്ടിലേക്ക് പോവുള്ളൂ. അതേപോലെ പർച്ചേസ് ഗൂഡ്സ് എന്ന് പറയുന്ന കേസിൽ മാത്രമേ ഏത് അക്കൗണ്ടിലേക്ക് പോവുള്ളൂ? പർച്ചേസസ് അക്കൗണ്ടിലേക്ക് പോകാറുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്താണെന്നും പിന്നെ മുൻ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തു വന്നതിൽ ചില തെറ്റുകൾക്കുള്ള അഡീഷണൽ എക്സ്പ്ലനേഷൻ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ അത് അടുത്ത ഹോംവർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? റെക്ടിഫൈ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിന് സ്യൂട്ടാവുന്ന തരത്തിലുള്ള ഒരു ഹോംവർക്ക് ഞാൻ ഇന്ന് ഗ്രൂപ്പിലിടാം. നിങ്ങൾ അത് എന്ത് ചെയ്യുക? കൃത്യമായി ജേർണലൈസ് ചെയ്ത് എനിക്ക് അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.